Tonight, Israel backs those words with action. തലസ്ഥാന നഗരമായ തെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇറാൻ സായുധ സേന വക്താവ് പ്രഖ്യാപിച്ചതോടെ ആക്രമണത്തിന് പ്രത്യാക്രമണം തുടങ്ങിവെച്ച് ഇറാൻ. ഇസ്രായേൽ ലക്ഷ്യമിട്ട് 100ഓളം ഡ്രോണുകൾ ഇറാൻ വിക്ഷേപിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ഡ്രോണുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇറാനിൽ നിന്നും വിക്ഷേപിക്കുന്ന ഡ്രോണുകൾ ഇസ്രായേലിലെത്താൻ 7 മണിക്കൂറോളം എടുക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന കണക്കാക്കുന്നത്. വഴിയിൽ തകർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത 1-2 മണിക്കൂറിനകം ഇസ്രായേൽ പരിധിയിലെത്തും. അത് തകർക്കുമെന്നും IDF അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നത്. ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി അടക്കം നിരവധി പ്രമുഖർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനിയൻ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ജനറൽ ഖോലം അലി റാഷിദ്, ഇറാന്റെ 2 പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരായ ഫ്രൈദൂൺ അബ്ബാസി, മുഹമ്മദ് മഹ്ദി എന്നിവരും കൊല്ലപ്പെട്ടതായി സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ 200 യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. 100 കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളും അടക്കം 330 ആയുധങ്ങൾ പ്രയോഗിച്ചതായും അവർ അവകാശപ്പെട്ടു. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ പതിറ്റാണ്ടുകളെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. This operation will continue for as many days as it takes to remove this threat. ഇറാനിൽ നിലവിൽ 15 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും ആണവ പദ്ധതികളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ് മേധാവി മേജർ ജനറൽ ഹുസൈൻ സലാമി, സൈനിക മേധാവി മുഹമ്മദ് ബഖേരി തുടങ്ങിയ ഉന്നത സൈനികരും നിരവധി ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു. ഇറാൻ ഭരണകൂടം പതിറ്റാണ്ടുകളെ ആണവായുധം സ്വന്തമാക്കുന്നതിനായി പ്രവർത്തിക്കുകയാണ്. ലോകം അത് തടയാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഭരണകൂടം നിർത്താൻ വിസമ്മതിച്ചു, ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു.